ഇത് അമ്മ വിളിച്ചു, അതുകൊണ്ട് ഞങ്ങൾ പൊങ്കാലിടാൻ വേണ്ടി വന്നു. അങ്ങനെയാണ് അവരുടെ ഒരു തീരുമാനം, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിലാണ് തിരുവനന്തപുരംകാർ മാത്രമല്ല എല്ലാ ജില്ലക്കാരും വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ കാസർഗോഡ് നിന്നുള്ള ആൾക്കാരടക്കം തന്നെ 2 ദിവസം മുൻപേ തിരുവനന്തപുരത്ത് എത്തുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഈ പൊങ്കാല ആഘോഷിക്കുന്നതിന് വേണ്ടി കാസർഗോഡ് നടക്കം എത്തുന്ന ആളുകളാണ്. ഈ നമ്മൾ ഇന്നലെ രാവിലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിലുള്ള തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇതുവരെ ഞങ്ങൾക്ക് ദർശനമൊന്നും കിട്ടിയിട്ടില്ല. കാസർഗോഡ് നിന്ന് മാത്രമല്ല, ചെന്നൈയിൽ നിന്നടക്കമുള്ള ആൾക്കാർ നേരത്തെ നമ്മൾ കാണുകയുണ്ടായി. അവർ വളരെ കൊല്ലമായി, ഇതിനു മുന്നേയും 2-3 വർഷമായി അടുപ്പിച്ചു വരുന്ന കുറെ പേരെ, വിദേശത്ത് നിന്നുള്ള ആൾക്കാരെ, അങ്ങനെയുള്ള നിരവധി പേരാണ് ക്ഷേത്രത്തിലൊക്കെ ഈ പൊങ്കാല ഇടുന്നതിനായി എത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ പൊങ്കാല ഈ തുടക്കത്തിലല്ലാതെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ, ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇത് തിളച്ചു മറിയുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണല്ലേ? തീർച്ചയായും പൊങ്കാല തിളച്ചു പറയുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. അത് തിളച്ചു മറിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുമെന്നൊരു വിശ്വാസം കൂടിയാണ് ഈ പൊങ്കാല ഇടാൻ വരുന്ന ആളുകൾക്കുള്ളത്. കാരണം ഈ നമ്മുടെ പൊങ്കാല തിളച്ചു പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു സന്തോഷം തന്നെയാണ് ഇവർക്കുള്ളത്. ദേവി നമ്മളെ അനുഗ്രഹിച്ചു, ദേവി നമ്മളെ കടാക്ഷിച്ചു എന്നൊരു വിശ്വാസം കൂടിയാണ് ഈ വിശ്വാസികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ പൊങ്കാല ഇടാൻ വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചുള്ളത്. ചൂട് കൂടി വരുന്ന സാഹചര്യമാണ്, അത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്, കുട ചൂടി തുടങ്ങിയിട്ടുണ്ട് അവരെ സംബന്ധിച്ച്. ഇനി ഈ അടുപ്പ് കൂടി കത്തിക്കുമ്പോൾ ചൂട് ഇരട്ടിക്കാനുള്ള സാധ്യതകളും ഏറ്റവും കൂടുതലാണ്. ഈ നേരത്തെ നിർദ്ദേശങ്ങളടക്കം ഉണ്ടായിരുന്നു, ഈ അടുപ്പുകൾ തമ്മിൽ ഒരു നിശ്ചിത അകലം പാലിക്കണമെന്നുള്ളത്. പക്ഷെ തിരക്ക് കൂടിയ സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു അധികം അടുപ്പുകൾ തമ്മിലുള്ള നിശ്ചിത അകലം ഒന്നും തന്നെ എന്തായാലും പാലിച്ചിട്ടില്ല. കാരണം അത്രത്തോളം ആളുകളാണ് ഈ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകി എത്തിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടത് പാലക്കാട് നിന്ന് വന്ന ആളുകളെയാണ്. അവര് ഇന്നലെ എത്തിയതാണ്. ഇതേപോലെ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. അവർ കഴിഞ്ഞ ചിലപ്പോൾ ഒരാഴ്ച മുമ്പേ തന്നെ എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഈ ഗൾഫിൽ നിന്ന്, മസ്കറ്റിൽ നിന്നൊക്കെ വന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചാണെങ്കിൽ ഇത് ആറ്റുകാൽ പൊങ്കാല കൂടണം, ഈ പൊങ്കാല അർപ്പിക്കണം, തങ്ങളുടെ ആഗ്രഹം സഫലമാക്കണം, അമ്മയോട് പ്രാർത്ഥിക്കണം. അത് തന്നെയാണ് അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ പൊങ്കാല ഇടാൻ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെ ഭക്ഷണ സൗകര്യങ്ങളടക്കം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. ചേട്ടാ, എല്ലാ വർഷവും ഇതേപോലെ എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പൊങ്കാല ഇടാൻ വരുന്നവരെ ഉച്ചയ്ക്ക് ഊണും ഉണ്ട്, ഇടയ്ക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ്, സംഭാരം, ഫ്രൂട്ട്സ് എല്ലാം ചെയ്യും. ഈ ചൂട് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് ഈ വെള്ളത്തിന്റെ ആവശ്യം ഭയങ്കര കൂടുതലായിരിക്കും. അതെ, വെള്ളം ഇഷ്ടം പോലെ നമ്മൾ അരമണിക്കൂറിൽ വെള്ളം ചെയ്യും. ഇതിപ്പോ എല്ലാ വർഷവും ഇതേപോലെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കും ഈ പൊങ്കാല ഇടാൻ വരുന്നത് ഈ സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ പുറത്തുനിന്നുള്ള ആൾക്കാരടക്കം തന്നെ ഈ ആറ്റുകാൽ പൊങ്കാല കൂടാൻ വേണ്ടി ഒരാഴ്ച മുമ്പേ തന്നെ എത്തുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഭക്ഷണം കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതൊക്കെ വലിയൊരു കാര്യമാണ്. അതെ.